നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രമേ മൈക്ക് അനൗൺസ്മെന്റ് അനുമതി പരിമിതിപ്പെടുത്തിയ സർക്കാർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ഭാരവാഹിയാണ് ഹർജി നൽകിയത്. ഒക്ടോബർ 17 സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നടപടി ബുദ്ധിമുട്ടാകുമെന്നും ആക്ഷേപം ഉണ്ട്. വിവരങ്ങൾ രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും നൽകും. രേഷ്മ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് സ്വാഭാവികമായും ബുദ്ധിമുട്ടാകുമെന്നതാണോ ഈ ഹർജിക്കാരൻ ഹൈക്കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്നത്? അതായത് ഇക്കഴിഞ്ഞ ഒക്ടോബർ 17 ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രമേ മൈക്ക് അനൗൺസ്മെന്റിന് അനുമതി നൽകാനാകൂ എന്നുള്ള രീതിയിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ അടക്കം ഒരു നോട്ടിഫിക്കേഷൻ ഇടുന്നത്. ഇത് സംബന്ധിച്ച് ഒക്ടോബർ 17 ഉത്തരവിറങ്ങുകയും ചെയ്തു. ഇതുമൂലം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിൽ അനൗൺസ്മെന്റ് അനുമതി കൊടുക്കത്തുള്ളൂ എന്നുള്ള ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെ വലിയ രീതിയിൽ ഈ ആളുകളെ ടാക്സി വാഹനങ്ങൾ കിട്ടാനായിട്ടുള്ള ലഭ്യത അത് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പെർമിറ്റുള്ള വാഹനങ്ങൾ നന്നേ കുറവാണ്. ഇതാണ് ഒരു പ്രതിസന്ധിയായിട്ട് മൈക്ക് അനൗൺസ്മെന്റ്, ലൈറ്റ് ആൻഡ് സൗണ്ട് അനൗൺസ്മെന്റ് അതിന്റെ ആൾക്കാരുടെ അസോസിയേഷൻ ഭാരവാഹികളൊക്കെ തന്നെ നേരിടുന്ന ഒരു പ്രശ്നം. അങ്ങനെയാണ് അവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ആവശ്യമെന്ന് പറയുന്നത് ഒക്ടോബർ 17 സർക്കാർ ഇറക്കിയ ഈ ഉത്തരവ് അത് റദ്ദാക്കണമെന്നുള്ളതാണ്. കാരണം കനത്ത സാമ്പത്തിക നഷ്ടം നേരിടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന കാലഘട്ടത്തിൽ മാത്രം, അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് മാത്രമാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഉള്ളൂ, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് വരുമാനം ലഭിക്കൂ. പക്ഷേ ഇത്തരം ഒരു ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രം ഈ അനൗൺസ്മെന്റ് അനുമതി കൊടുക്കുന്ന ഘട്ടത്തിൽ ഇവർ വലിയ രീതിയിൽ ജോലി സംബന്ധിച്ച കാര്യത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇത് തന്നെയാണ് വാദം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ അനിവാര്യമാണെന്നും ഇവർ പറയുന്നുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ച് വലിയ രീതിയിൽ നിവേദനം ഉൾപ്പെടെ കൊടുത്തിരുന്നെങ്കിലും കാര്യമായിട്ടുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒക്ടോബർ 17 ഈ സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു ഉത്തരവിറക്കാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ടാക്സി പെർമിറ്റുള്ള വാഹനങ്ങളുടെ അസോസിയേഷന്റെ ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുന്നു. തങ്ങൾക്ക് മാത്രമായിട്ട് ഈ പറയുന്ന അനൗൺസ്മെന്റിനുള്ള അനുമതി ചുരുക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. അതിനനുസൃതമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുന്നത്. എന്തായാലും ഈ ഉത്തരവ് അപ്പാടെ റദ്ദാക്കണമെന്നുള്ളതാണ് ആവശ്യം. വരും ദിവസം തന്നെ ഹൈക്കോടതി ഹർജി പരിഗണിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ.